ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയുടെ അടുത്തേക്ക് സുകന്യ ഒരു കപ്പ് ചായയായിട്ട് രാവിലെ തന്നെ വരുവാണ്. വന്നിട്ട് അത് കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ ദേവിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുക കേട്ടോ. അയ്യോ ചേച്ചി എന്തിനാ ചായ കൊണ്ടുവന്നേ? എന്താ കുഴപ്പം? എനിക്കെന്താ ദേവിക്ക് ചായ തന്നൂടാന്നുണ്ടോ? അല്ല, സാധാരണ ഇത് പതിവില്ലല്ലോ. ആ, ഇനി മുതൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ ഒരു ഏട്ടത്തിയുടെ കടമയല്ലേ ഞാൻ ചെയ്യുന്നത്. ശരി, നീ ഒരു കാര്യം ചെയ്യ്, ഇത് കുടിച്ച് അങ്ങോട്ട് വാങ്ങിക്കുക, അവിടെ പോയിരുന്നേ. നീ എന്തിനാ ഈ തുണിയൊക്കെ മടക്കുന്നത്? ഞാൻ മടക്കി വെച്ച് തരാം. അങ്ങനെ തുണിയൊക്കെ മടക്കി എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ദേവി അന്തം വിട്ട് നിൽക്കാട്ടോ. എന്താ ദേവി ഈ കാണിക്കുന്നത്? കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കണ്ടേ? നീ ഇങ്ങനെ കിടന്ന് ജോലി ചെയ്യാൻ വേണ്ടി നിന്നാലോ? അല്ല ചേച്ചി, ഇതൊന്നും അത്ര വലിയ ജോലിയല്ലല്ലോ. നിനക്കങ്ങനെ ആയിരിക്കാം, പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നല്ല റെസ്റ്റ് വേണം. നീ അങ്ങോട്ട് ഇരുന്നേ. അങ്ങനെ ദേവിയുടെ ജോലികളെല്ലാം സുകന്യ അങ്ങോട്ട് ഏറ്റെടുത്ത് ചെയ്യാണ്. ഇതും കണ്ടും കൊണ്ട് ആനന്ദ് അങ്ങോട്ട് വന്നിട്ട് അത്ഭുതത്തൊട്ട് ദേവിയെ നോക്കി ചോദിക്കുകയാണ്, എന്താ ഇവർ കാണിക്കണേ? എന്തൊക്കെയാ ഇത്? എനിക്കറിയില്ല. ആനന്ദ് എന്തിനാ ഇന്നെ കണ്ണ് മിഴിച്ച് നോക്കുന്നേ? എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ. അല്ല സുകന്യ ചേച്ചി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? പിന്നല്ല, ആനന്ദ് ഇത് കാണുന്നില്ലേ? ദേവിയെ കൊണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നത്? ദേവി ആരാന്നറിയോ? ആരാ? ദേവി എൻ്റെ ഭാര്യയല്ലേ? അല്ല, അത് മാത്രമല്ല, വലിയൊരു കോടീശ്വരൻ്റെ മകളല്ലേ ദേവി. ഉദയഭാനു സാറ് ആരാന്നാ വിചാരം? അങ്ങേര് ഇത്രയും വലിയ കോടീശ്വരനും മലേഷ്യയിലും ജപ്പാനും സിംഗപ്പൂരും ആഫ്രിക്കയും ഒക്കെ ഇങ്ങനെ ഓടി ഓടി നടന്ന് ബിസിനസ് പിടിച്ച് കഷ്ടപ്പെടുന്നു. അങ്ങേര് അവിടെ കിടന്ന് അത്രയും വലിയ കോടീശ്വരനായ ഒരാളിൻ്റെ മകളാണല്ലോ ദേവി. ഈ ദേവിയെ ഇവിടെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവി അന്തം വിട്ട് പോകണുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആനന്ദും ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയണത്? എന്താ ആനന്ദേ, ഞാനൊരു കാര്യം പറയാം. ആനന്ദിനെന്താ ദേവിയുടെ അച്ഛൻ്റെ കൂടെ ചേർന്നിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിലായിക്കൂടെ എന്നൊക്കെ. അല്ല, എനിക്കങ്ങനെ താല്പര്യമില്ല. എനിക്കിതൊക്കെ തന്നെ താല്പര്യം. അത് പോരാ, കുറച്ചുകൂടെ മെച്ചപ്പെട്ടാവണം, അതാ വേണ്ടത്. പിന്നെ ദേവിക്ക് താല്പര്യമില്ലേ? അല്ലെന്നേ, ഇതൊക്കെ മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതാണ് എളിമ. ഉദയഭാനു സാറിനും അങ്ങനെ തന്നെയാണ്. ഇഷ്ടം പോലെ സ്വത്തും പണവും ഒക്കെ ഉണ്ടെങ്കിലും ഒരുപാട് എളിമയാണ് ലളിത ജീവിതം. മോളും അതുപോലെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് പറ്റില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ. കുറച്ചൊക്കെ മാറ്റം വരണ്ടേ ആനന്ദേ? അതുകൊണ്ട് ആനന്ദ് എന്താ ശരിക്കും പറഞ്ഞാൽ ആനന്ദ് ആരുടെ ഫാനാ? പ്രണവ് മോഹൻലാലിൻ്റെ ഫാനാണോ അതോ മോഹൻലാലിൻ്റെ ഫാനാണോ? ആരാ പറ. അപ്പോൾ ആനന്ദ് പറയാം, അല്ല, പ്രണവ് മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ഫാനൊന്നുമല്ല, ലാലേട്ടൻ്റെ ഫാനാ. എന്നാൽ അങ്ങനെയല്ല. പിന്നെ അതെന്താ ചേച്ചി അങ്ങനെ ഉദ്ദേശിച്ചത്? ലാലേട്ടൻ കിടന്ന് കഷ്ടപ്പെട്ട് എന്തെല്ലാം കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമയാണല്ലോ അദ്ദേഹം. അയാളുടെ മോനോ കാടും മലയും കുന്നും കയറി ഇങ്ങനെ നടപ്പുണ്ട്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ? അത് ശരിയാണ്. പക്ഷേ നമുക്ക് ഇഷ്ടം മാത്രം നോക്കിയാൽ പോലെ കുറച്ചൊക്കെ അച്ഛനും അമ്മയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞും കേട്ടൊക്കെ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ പ്രണവിനെ ഫാനാക്കിയൊന്നും വെച്ചുകൊണ്ട് നടക്കരുത്. ലാലേട്ടൻ്റെ കാര്യം നോക്കിക്കോ. ഓരോ സ്വത്തും ഒക്കെ ഉണ്ടാക്കി. പക്ഷേ നീ ഫാനാക്കേണ്ടതും കൂടുതൽ ആരാധിക്കേണ്ടത് ആരാന്നറിയോ? ദുൽഖർ സൽമാനെ കണ്ടു വേണം ആനന്ദ് പഠിക്കാനായിട്ട്. അതെന്താ അങ്ങനെ? അച്ഛൻ്റെ പാവ തന്നെ പിന്തുടർന്നില്ലേ? അഭിനയവും കാശും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കണ്ടില്ലേ? അതുപോലെ വേണം. ഇപ്പം ദേവിയുടെ അച്ഛന് നല്ല സ്വത്തുണ്ട്. അപ്പോൾ ദേവിയുടെ അച്ഛൻ്റെ കൂടെ ചേർന്ന് നല്ലൊരു ബിസിനസ് മാൻ ആയിക്കൂടെ? സ്വത്തും പണവും ഒക്കെ ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ സുകന്യ. അങ്ങനെ രണ്ടുപേരും ഇതൊക്കെ കേട്ട് അന്തം വിട്ട് കുന്ത പിടിക്കുന്നതുപോലെ അവിടെ നിൽപ്പുണ്ട്. സുകന്യ പോയി കഴിഞ്ഞിട്ട് ആനന്ദിന് നല്ല ചിരി പറഞ്ഞുണ്ട്. ഇവർക്കെന്താ വട്ടായോ? ഇവരെന്തൊക്കെയായി പറഞ്ഞിട്ട് പോകണം ദേവിന്ന്. പക്ഷേ ദേവി ഭയങ്കര സീരിയസ് ആട്ടോ. എന്താ ദേവി നീ ഇങ്ങനെ നിൽക്കുന്ന വിഷമിച്ച്? എനിക്ക് നല്ല വിഷമമുണ്ട്, പേടിയുണ്ട് ആനന്ദേട്ടാ. എന്താടി കാര്യം? അതെ, ഇവരിപ്പോൾ ഇവിടെ ഈ പറഞ്ഞിട്ട് പോയതെല്ലാം ചിലപ്പോൾ എന്നെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞു വെച്ചും കൊണ്ട് നമ്മളെ ഇങ്ങനെ മനഃപൂർവ്വം കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആവാൻ വഴിയുണ്ടോ? അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അവരങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാലേ അപ്പോഴിവിടെ പൊട്ടിക്കും ബോംബ്. അങ്ങനത്തെ സ്വഭാവമാണ്. ഇല്ല ആനന്ദേട്ടാ, ഇതിലെന്തോ കളിയുണ്ട്. ഇവർ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള സംസാരമൊക്കെ. എങ്ങനെയെങ്കിലും അവസാനം എന്നെ കൊണ്ട് തന്നെ സത്യം തുറന്ന് പറയിപ്പിക്കണമെന്നായിരിക്കും അവരുടെ വിചാരം. അതാ ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക ആനന്ദേട്ടാ? ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇത്രത്തോളം ശിക്ഷിക്കണോ? ഇത് എന്നെ പുറകെ നടന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ദേവി അങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരുന്ന് കരയണം കേട്ടോ. ആനന്ദിനെ സമാധാനിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ദേവി പറയണത് ശരിയാണല്ലോ. തെറ്റ് ചെയ്താൽ ജീവിതകാലം മുഴുവനും നമ്മളത് വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മിത്ര ചായയൊക്കെ ഇട്ട് കൊണ്ടുവരുവാണ്. അപ്പം നടക്കാൻ പോയ ആളിനെ ഇതുവരെയ്ക്കും കണ്ടില്ല നമ്മുടെ ബാലേട്ടനെ. അപ്പോൾ ബാല ഇതുവരെ വന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് മിത്രയുടെ ചായയും കൊണ്ട് വരവ്. അപ്പച്ചി ഈ ചായ ഒന്ന് കുടിച്ചേ, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കുഴപ്പമില്ലെന്നോ? അത്രയേ ഉള്ളോ?
കൊള്ളാടി, നന്നായിട്ടുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെ ചായ എടുത്ത് എല്ലാവരോടൊക്കെ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ദേവിയും വന്നിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്, ദേവി ചേച്ചി, ഏട്ടത്തിക്ക് എന്താ ചായ വേണ്ടേ, കുടിച്ചോ എന്ന് പറഞ്ഞ് മിത്ര അതങ്ങോട്ട് കൈ കൊടുക്കുക. അയ്യോ, എനിക്ക് കിട്ടി ചായ, ആര് തന്നോ? രാവിലെ തന്നെ സുകന്യ ചേച്ചി അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സുകന്യ ചേച്ചിയോ, ചായയോ? അതെ, എനിക്കുള്ള കോഫി കൊണ്ടുവന്നു. എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളായിരുന്നു എന്നറിയോ. എൻ്റെ തുണികളൊക്കെ മടക്കി തന്നു, എൻ്റെ അകത്തുള്ള റൂമൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. ദൈവമേ. അപ്പം മിത്ര പറഞ്ഞിട്ട്, ഏട്ടത്തി സൂക്ഷിച്ചോ, ഇപ്പം കാണിക്കുന്ന ഈ ഒരു സ്നേഹപ്രകടനത്തിൽ എന്തോ ഒരു ചതിയുണ്ട്. അവരെന്തോ കാര്യം സാധിക്കാനോ എന്തിനോ ആണ് ഇവരിങ്ങനെ പുറകെ നടക്കുന്നത്. ഇല്ലെങ്കിൽ ചേച്ചി നോക്കിക്കോ എന്നിങ്ങനെ താക്കീത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദേവിക്ക് പിന്നെയും പേടിയാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലനാണെങ്കിൽ നേരെ അവിടുന്ന് പോകുന്നത് എന്ന് വെച്ചാൽ ഉദയഭാനു ഈ കള്ളനാണോ ശരിക്കും ഫ്രോഡാണോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നൊരു ചായക്കടയിൽ വെച്ചിട്ടാണല്ലോ കണ്ടത്. അയാളാണല്ലോ ഇയാളെക്കുറിച്ച് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ബാലനോട്. അയാളെ പോയി കാണാനായിട്ട് ചെല്ലാണ് കേട്ടോ. അവിടെ ചെന്ന ചായക്കടക്കാരൻ ഇനി പറയാനൊന്നുമില്ല ബാലൻ. കാരണം നിങ്ങളൊരാളെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം ഇങ്ങനെയൊക്കെ പറയാൻ. ആരെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്? അതെ, ഉദയഭാനു സാറേ. ഓ, ഉദയേട്ടനാ? അത് ശരി, അയാളെക്കുറിച്ചാണ്. അയാളോ? നിങ്ങൾ വീണ്ടും അദ്ദേഹത്തെ തരം താഴ്ത്തി സംസാരിക്കരുത്. നിങ്ങൾ പറഞ്ഞ വാക്കും കേട്ട് ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അയാൾ ഫ്രോഡാണെന്നും കള്ളനാണെന്നും മോഷ്ടാവാണെന്നും ഒക്കെ ലോക ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഞാൻ അയാളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അയാൾ അങ്ങനെ ഒരാളല്ല. അയാൾ നല്ല കാശും പണവും ഒക്കെ ഉള്ള നല്ല പത്രാസും നല്ല ജോലിയിലിരിക്കുന്ന ഒരു ബിസിനസ് മാനാണ്, ഡീസൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങൾ കാരണം ഞാനും തെറ്റിദ്ധരിച്ചു. ഞാൻ ഇനിയൊരു കാര്യം പറഞ്ഞേക്കാം. മേലിൽ ഇതുപോലുള്ള ആൾക്കാരെ ഇവിടെ ചായക്കട ഇടുന്ന പേരിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ, നിങ്ങൾ ഞാൻ ഇനി ശരിയാക്കും. ഇനി അടുത്ത് നിനക്ക് ഞാൻ തരാനുള്ളതൊന്നും തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വഴക്ക് കൊടുക്കുക. അയാൾ അന്തം വിട്ട് നിൽക്കുക. ഇയാൾ എന്തൊക്കെയായി പറഞ്ഞിട്ട് പോണേന്ന്. ബാലൻ്റെ ദേഷ്യം. കാരണം ഉദയഭാനുവിനെ കുറിച്ച് ഇപ്പം കറക്റ്റ് സമയത്ത് 10 ലക്ഷമൊക്കെ കൊണ്ട് കൈ കൊടുക്കണമെങ്കിൽ ഇല്ലാത്തൊരാളിന് കിട്ടുമോ? അപ്പോൾ അതിപ്പോൾ ഉദയഭാനു സ്ഥിരീകരിച്ചില്ലേ. അപ്പോൾ തന്നെ അയാൾക്ക് ആ ചായക്കടക്കാരന് കുറേ വഴക്ക് കൊടുത്തിട്ട് ബാലൻ അങ്ങ് തിരിച്ച് പോകുന്നുണ്ടോ. എന്നിട്ട് ബാലനാണെങ്കിൽ ഉദയഭാനുവിനെ ഫോണിൽ വിളിക്കേണ്ട. ശ്രീകല വന്ന് പറയാം, ദേ ഉദയേട്ടാ, ബാലനാ വിളിക്കുന്ന ബാലേട്ടൻ. ഇനിയിപ്പോൾ അടുത്ത് എന്ത് പരിപാടിക്കാണോ? പൈസ ചോദിക്കാനാണോ? അതോ ഇനി നിങ്ങൾ കൊടുത്ത പൈസ ഒറിജിനലാണോ അതോ കള്ളനോട്ടാണോ മനുഷ്യ? അതുകൊണ്ടാണോ അയാളെ വിളിക്കുന്നത്? എടി, നീ ഫോൺ ഇങ്ങോട്ട് എടുക്കുക. ഹലോ, എന്താ ബാല? അല്ല സാർ ഇപ്പോൾ എവിടെയുണ്ട്? എനിക്കിപ്പോൾ ജപ്പാനിലോട്ട് പോകണം കേട്ടോ. അതിന് വേണ്ടി എയർപോർട്ടിൽ ഫ്ലൈറ്റിന് വേണ്ടി നിൽക്കുക. ആണോ? അത്ര തിരക്കല്ലേ സാറിന്? അതെ. എന്താ ബാല? അല്ല, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ? അതല്ലെന്നേ, ഞാൻ ഗോമതി സ്റ്റോറിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ 10 ലക്ഷം രൂപ ചോദിച്ചത്. അതെ, എന്താ ബാല കുഴപ്പം? തികയില്ലേ? ഇനി വേണമെന്നാണോ? ബാക്കി ഞാൻ ഉടനെ തരാം. തൽക്കാലം ഇത് വെച്ച് അഡ്വാൻസ് ഒക്കെ കൊടുക്കുമോ എന്ന് പറയും. അതല്ല, ഞാൻ എന്തായാലും ഗോമതി സ്റ്റോറിൻ്റെ പണി ഇപ്പം തുടങ്ങുന്നില്ല. അതുകൊണ്ട് എനിക്ക് കാശിപ്പോൾ വേണ്ട. അയ്യോ, അതെന്താ ബാല അങ്ങനെ പറയുന്ന? കാശ് വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പോൾ ശ്രീകല ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ തിരിച്ച് വാങ്ങിച്ചാൽ ഇവർക്ക് വാടക കൊടുക്കാൻ, കടങ്ങളൊക്കെ തീർക്കാമല്ലോ. അപ്പോൾ ഇയാൾ വീണ്ടും പറയണ്ട്, ബാല എന്നെ വെറുതെ കൊച്ചാക്കല്ലേ. ഇപ്പം നീ എന്നായാലും ഗോമതി സ്റ്റോറിൻ്റെ പണി തുടങ്ങുമല്ലോ. അന്നേരം എൻ്റെ അടുത്ത് ചോദിക്കേണ്ടല്ലോ. ഇത് വെച്ച് അങ്ങ് ചെയ്താൽ പോരെ? അഡ്വാൻസ് കൊടുത്തിട്ട് പ്ലാനൊക്കെ നല്ല രീതിയിൽ വരയ്ക്കാൻ പറ, പണി തുടങ്ങിക്കോ എന്നൊക്കെ അങ്ങ് പറയട്ടോ. അതല്ല ഉദയഭാനു സാർ, തൽക്കാലം ഞാനതങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ കാശ് അതുവരെ എൻ്റെ കയ്യിലിരുന്നാൽ പറ്റില്ല. ഞാനിത് സാറിന് തിരിച്ചു തരാമെന്ന് പറയാം. എനിക്ക് തിരിച്ചു തരാനോ? അയ്യോ വേണ്ട വേണ്ട, എനിക്ക് തിരിച്ചു തരണ്ട. ബാലൻ്റെ കൈ തന്നെ ഇരുന്നോട്ടെ. അല്ല, അത് പറ്റില്ല. വീണ്ടും ഉദയഭാനു അങ്ങനെ അയ്യോ വേണ്ട വേണ്ടെന്ന് പറയാട്ടോ. ശ്രീകലയാണെങ്കിൽ വാങ്ങുമെന്ന് അവിടെ നിന്നുകൊണ്ട് പറയണം കേട്ടോ. അപ്പോൾ ബാലന് അവസാനം പറഞ്ഞു, ശരി ഉദയഭാനു സാറ് നേരിട്ട് കൈകൊണ്ട് വാങ്ങിച്ചില്ലെങ്കിൽ ഞാനിത് സാറിൻ്റെ കയ്യിൽ എത്തിക്കാനുള്ളൊരു വഴി ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ചെയ്യും. അതെന്ത് വഴിയാണ്? അതെന്തായാലും സാറ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നിൽക്കല്ലേ, തിരക്കല്ലേ, സാറ് പൊക്കോ. ഞാൻ സാറിൻ്റെ കയ്യിൽ തന്നെ അത് ഉപകാരപ്പെടുന്ന രീതിയിൽ എത്തിക്കാനുള്ള വഴി ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞു ബാലൻ അങ്ങ് ഫോണും വയ്ക്കുക കേട്ടോ. ഈ സമയത്ത് ശ്രീകലയാണെങ്കിൽ നമ്മളെ ഉദയഭാനുവിന് കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട്. മനുഷ്യ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? അയാൾ പൈസ തിരിച്ച് തരാമെന്നല്ലേ പറഞ്ഞു. അത് നിങ്ങൾക്ക് വാങ്ങിച്ചുകൂടായിരുന്നോ? നമ്മുടെ വാടകയൊക്കെ കൊടുക്കാം, തമിഴന് കൊടുക്കാനുള്ള പൈസയും കൊടുത്ത് കുറച്ച് കടങ്ങൾ ഒതുങ്ങൂലേ? നിങ്ങൾ എന്ത് മണ്ടത്തരോ എടി. അങ്ങനെ ചാടി കയറിയൊന്നും അത് തിരിച്ച് വാങ്ങാൻ പറ്റത്തില്ല. നമ്മൾ വാങ്ങണ്ട, അല്ലാതെ തന്നെ അയാൾ ഇവിടെ കൊണ്ട് എത്തിക്കും. ആര് പറഞ്ഞു? എടി, അത് തിരിച്ച് തരാനാ ബാലൻ പറയുന്നത്. വേണ്ട എന്നാ പറയുന്നത്. അയാൾക്ക് എന്തോ ഉദ്ദേശമുണ്ട് അങ്ങനെ തിരിച്ചു തരാനെങ്കിൽ. ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. സാരമില്ല, എന്തായാലും നമുക്ക് നോക്കാം. അയാൾ ഇന്ന് വൈകിട്ട് തന്നെ ഇവിടെ പൈസ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ കൊടുത്ത പൈസ തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ എത്താനുള്ള വഴിയായിടി. ഉറപ്പായിട്ട് അയാൾ തരുമോ? ഉദയേട്ടൻ അപ്പം തന്നെ തിരിച്ചു തരാൻ പറഞ്ഞുകൂടായിരുന്നോ? അത് വേണ്ട, അയാൾ കൊണ്ടു തരട്ടെ. അയാൾ തരാമെന്നല്ലേ പറഞ്ഞത്. എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഉദയഭാനു സാറിന് നേരിട്ട് വാങ്ങാൻ മടിയാണെങ്കിൽ ഞാനത് അവിടെ എത്തിക്കാനുള്ള വഴി നോക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടിന് മുമ്പേ തന്നെ
പൈസ എവിടെ എത്തും എന്ന് പറഞ്ഞ് വലിയ പ്രതീക്ഷയോടെ രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ്. ബാലനാണെങ്കിൽ അപ്പോൾ ഉടനെ നമ്മൾ ശ്രീകല ചോദിക്കുന്നുണ്ട്, അയ്യോ ഇനി ദേവിയുടെ കയ്യിലെങ്കിലും കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ആ കുഴപ്പമാവില്ലേ? ദേവിയുടെ കയ്യിൽ കൊടുത്താൽ കുഴപ്പമാവുന്നത് എങ്ങനെയാണ്? നമ്മളെ മോളല്ലേ, അവളുടെ കയ്യിൽ കൊടുത്താൽ നമുക്ക് അവളെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ പോരെ? ഇതൊക്കെ നടക്കുമോ മനുഷ്യ? നടക്കും. പക്ഷേ ബാലൻ വേറെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ദേവിയുടെയും ആനന്ദിൻ്റെ പേരിൽ വല്ല FD വല്ലതും ഇടുവാണെങ്കിൽ ആകെ കുഴഞ്ഞു. ഇതൊന്നും ഇവരറിയണില്ല കേട്ടോ. പൈസ ഇന്ന് വൈകിട്ട് തന്നെ വരുമെന്ന് കാത്തിരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ. ഇതാണ് എപ്പിസോഡ് കേട്ടോ. വീണ്ടും ഒരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.